നമസ്കാരം. ഞാനിപ്പോൾ ഒന്ന് പറയാൻ വേണ്ടി വന്നത് നമ്മൾ ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് വരുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മളൊരു കളി വരുമ്പോൾ അതിൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് വരുന്ന സിറ്റുവേഷൻ ഒന്ന്, നമ്മൾ ഗോൾ കീപ്പർക്ക്, നമ്മളെ സ്വന്തം ടീം ഗോൾ കീപ്പർക്ക് മൈനസ് പാസ് കൊടുത്താൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് വരും. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഓഫ് സൈഡ് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് വരിക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്ലെയർ കിടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റെഡ് ഇട്ടു, നമ്മൾ ചവിട്ടി, അവനെ ചവിട്ട് കൊണ്ടില്ല, പക്ഷെ അവ ആ ബോളായിട്ട് കടന്നു, അവനെ ചവിട്ട് കൊണ്ടില്ല, പക്ഷെ അവ അവിടെ വീണു. ആ സാധനത്തിന് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ് കൊടുക്കുക. അതിപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതേപോലെ സ്റ്റെഡ് ഇട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ വീണ പെനാൽറ്റി അല്ല കൊടുക്കുക. കാലുമ കൊള്ളരുത്, കാലുമ കൊണ്ട ഫൗളാണ്, പെനാൽറ്റിയാണ്. കാലുമ കൊള്ളാതെ പോയി കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ് കൊടുക്കുക. ആ സിറ്റുവേഷൻ ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചുതരാം. ഓക്കെ, ഇത് രണ്ടും ഒരേ ടീമാണ്, സെയിം ഡിഫൻഡർ, ഗോൾ കീപ്പർ. ഫസ്റ്റത്തെ സിറ്റുവേഷൻ ഇത് ഇതേപോലെ മൈനസ് കൊടുത്തു, ഗോൾ കീപ്പർ ഇത് ഈ ബോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ് വരിക. അത് ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ അത് കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് അത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് കൊടുക്കും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി. അത് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഓഫ് സൈഡ് വരുമ്പോൾ അത് രണ്ടാമത്തെ സിറ്റുവേഷനാണ്. ഓഫ് സൈഡ് വന്നു, അത് പിന്നെ സ്വാഭാവികമായിട്ടും ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് നേരെ വരും. അതൊന്ന്. പിന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം സ്റ്റോപ്പറെന്നോ ഇതാ ബോളേറ്റ് വന്നു. ഈ ബോളേറ്റ് വരുമ്പോൾ സ്റ്റെഡ് ഇട്ടവനെ ഞാൻ കാണിച്ചു തരാം. അത് ഒന്ന് സ്റ്റോപ്പ്, വേറെ നിന്നോ. ഈ സിറ്റുവേഷൻ ഞാൻ അത് ഈ കാലിങ്ങനെ ഇട്ടു, ഇത് വേണമെന്ന് വെച്ചിട്ടുള്ള ഫൗളാണ്, പക്ഷേ എന്തുണ്ടായി, അത് കാലുമ്പോൾ കൊണ്ടില്ല. അവിടേക്ക് ഞാൻ ഈ സാധനം ഇങ്ങനെ ഇട്ടു, ഇത് സ്റ്റെഡ് കൊണ്ടില്ല, കോണ്ടാക്റ്റ് വന്നില്ല. ആ സാധനം റഫറി അവിടെ നിന്ന് ഫൗൾ വിളിച്ചാൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ്. പിന്നെ ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് വിളിക്കുമ്പോൾ കൈ റഫറി ഇങ്ങനെ പൊക്കും. ഇതാണ് അതിൻ്റെ കാണിക്കണത്. റഫറി ഇങ്ങനെ വെച്ചാൽ ഡയറക്റ്റും, ഇങ്ങനെ റഫറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്കുമാണ്. ഇത് കിക്ക് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നമ്മളെ ടീംമേറ്റിൻ്റെ മേത്ത് കൊള്ളണം, ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീംമേറ്റിൻ്റെ ആരെങ്കിലും ദേഹത്ത് കൊണ്ട് ഗോളാവണം, എവിടെയെങ്കിലും ടച്ച് ചെയ്ത് ഗോളാവണം, അല്ലെങ്കിൽ അത് ഗോൾ തരൂല. ഇൻഡയറക്റ്റ് ഫ്രീക്ക് നേരെ അടിച്ച് ഗോളാക്കിയാൽ അത് ഗോൾ തരൂല. ആ സിറ്റുവേഷൻ മനസ്സിലാക്കുക. ഓക്കെ, അത് നേരെ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഇതാണ് സിറ്റുവേഷൻ, ഗോൾ തരൂല. പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും ഇൻഡയറക്റ്റ് ആണ്, ടച്ച് ഇല്ലെങ്കിൽ കോണ്ടാക്റ്റ് വന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ് വരിക. താങ്ക് യു വെരി മച്ച്.